ചെറുപുഴയിൽ തെരുവ് നായകളുടെ ആക്രമണം 7 പേർക്ക് കടിയേറ്റു. ഒട്ടേറെ വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചു. പാണ്ടിക്കടവിൽ സ്ഥലം പാട്ടത്തിന് കൃഷി ചെയ്യുന്ന രാജഗിരിയിലെ കുറ്റിയത്ത് പീറ്റർ ജോസഫ്, പാണ്ടിക്കടവിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശി സന്തോഷ് കുമാർ പാണ്ഡെ, പ്രാപ്പോയിൽ ഈസ്റ്റിലെ സുമ, ഈസ്റ്റ് എളേരി മുനയംകുന്നിലെ റിട്ടയർഡ് അധ്യാപകൻ പുതുക്കുടിയിൽ അബ്ദുൽ സലാം, കണ്ടത്തിൽ അഗസ്റ്റിൻ, ജോസ് കാഞ്ഞമല, സുബേർ എന്നിവർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. ഇതിനു പുറമെ ഒട്ടേറെ വളർത്തുമൃഗങ്ങളെയും തെരുവുനായകൾ ആക്രമിച്ചു. പീറ്ററിനെ രാവിലെ കൃഷിയിടത്തിന് സമീപത്തെ ഷെഡിനുള്ളിൽ വെച്ചാണ് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ വൈക്കരയിൽ താമസിക്കുന്ന സലാമിനെ മുനയംകുന്നിലെ കൃഷിയിടത്തിൽ വെച്ചാണ് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. ഇതിന് സമീപത്ത് വെച്ചാണ് അഗസ്റ്റിനും കടിയേറ്റത്. പരിക്കേറ്റവർ ആദ്യം പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. പെട്ടെന്ന് നോക്കിയപ്പോൾ കയ്യാൽ ആരോ കയറി പിടിക്കുന്നുണ്ട്. ആരെല്ലാം ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ആരോ സുഹൃത്തുക്കൾ വന്ന് കയ്യെ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ പട്ടിയൊന്നും കാണുന്നില്ല. നോക്കിയപ്പം പിടിച്ച് വലിച്ചു, കസേരടക്കം മറിഞ്ഞു നോക്കിയപ്പോഴാണ് പട്ടി. ഞാൻ പട്ടിയെ കയറി പിടിച്ചു, പട്ടിയെ കടിച്ചിന് കയറി പിടിച്ചു ശരിക്കും പിടുത്തം കിട്ടിയില്ല. എന്നാലും തന്നെ ഈ വലിച്ചിട്ടാണ് ഇത്രയും മുറിവുണ്ടായത്. ഈ കടിച്ച് പിടിച്ചത് വലിച്ചു പറിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചുവപ്പ് കളർ കൂടിയിട്ട് എന്തോ ഒരു പട്ടി ഇതിലെ വിട്ടു പോകുന്നുണ്ട്. എങ്ങോട്ട് പോയിന്നോ, ഇരുട്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ചിന്തിച്ചു നമ്മൾ ഇത് മനസ്സിലിട്ട് ആലോചിച്ച് സംഭവം വന്നപ്പോഴത്തേക്കും പട്ടിയുടെ ഒഴുകി പോയി. തെരുവുനായ ശല്യത്തിനെതിരെ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.